ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിന്റെ ഞെട്ടലിലും വേദനയിലുമാണ് നാട്. 5 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ അവരുടെ ജന്മനാട്ടിലേക്ക് സംസ്കാരം നടക്കേണ്ട ഇടങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിരിക്കുന്നു. അവിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഹൃദയഭേദകമാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയത് അല്ലെന്നും വാഹനയുടമയുടെ പ്രതികരണം വരുന്നു 24-നോട്. വിദ്യാർത്ഥി മുഹമ്മദ് അബ്ദുൽ ജബ്ബാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് വാഹനം നൽകിയത്. ടവേര വാഹനം വീട്ടിലെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണെന്നും ഷാമിൽ ഖാൻ പറഞ്ഞു. എൻ്റെ വണ്ടിയാണ്. അതെ മുഹമ്മദ് ജബ്ബാർ കണ്ട് പരിചയപ്പെട്ടതാണ്. എൻ്റെ സ്വന്തം വണ്ടിയാണ്. റെന്റിന് കൊടുക്കാറില്ല? ഇല്ല, റെന്റിന് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടൊന്ന് സിനിമയ്ക്ക് പോകണം, അവധി ആയതുകൊണ്ട് ഒരു ചാൻസ് കിട്ടിയതായിരിക്കും. ആ വണ്ടിയെന്ന് പോവാം, ഞാൻ ആവശ്യത്തിനുള്ള ഡീസൽ അടിച്ചോളാം എന്ന് പറഞ്ഞ് എൻ്റെ ആ വണ്ടി എടുത്തുകൊണ്ട് പോയതാണ്. മനീഷ് ബഹിബാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ ഷാമിൽ ഖാനെ ബന്ധപ്പെടാൻ പോലീസും മോട്ടോർ വാഹന അധികൃതരും ഒക്കെ ശ്രമിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്ന് വിവരങ്ങൾ തേടാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്നും അറിയുന്നു. ഇപ്പോൾ ഇയാളുടെ മൊഴി എടുത്തിട്ടുണ്ടോ? ഒപ്പം ഈ 2 മാസം മാത്രമേ ഈ വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിൽ എത്തിയിട്ടുള്ളൂ. ഇതിനിടയിൽ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഒരാളുമായുള്ള അടുപ്പം അല്ലെങ്കിൽ പരിചയം, അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? പറയുന്ന വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? എന്താണെങ്കിലും ഈ ഷാമിൽ ഖാന്റെ മൊഴി അമ്പലപ്പുഴ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു ശേഷം ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO രമണന് മുൻപിലും ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഷാമിൽ ഖാൻ പറയുന്നത് വിശ്വാസയോഗ്യമായ കാര്യമല്ല. കാരണം കേവലം 2 മാസം മാത്രമാണ് ഈ മുഹമ്മദ് ജബ്ബാറുമായി പരിചയം. കണ്ണൂർ സ്വദേശിയാണ് മുഹമ്മദ് ജബ്ബാർ. ഇയാൾ പറയുന്നത് 2 മാസമായി പരിചയം ഉള്ളത് നേരത്തെ ഈ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് താൻ ചായ കുടിക്കാൻ വരുന്ന സമയത്ത് ഈ മുഹമ്മദ് ജബ്ബാറിനെ കാണുമായിരുന്നു. അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഒരു 2 വീലർ വേണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു. സുഹൃത്തുക്കളുമായി ഇടയ്ക്ക് യാത്ര പോകണമെങ്കിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ഇന്നലെയാണ് പെട്ടെന്ന് വൈകുന്നേരം വിളിച്ചിട്ട് തന്റെ മറ്റ് 6 സുഹൃത്തുക്കൾക്കൊപ്പം വൈകിട്ട് സിനിമയ്ക്ക് പോകണം, മഴയാണ്, അങ്ങനെ ഒരു വാഹനം തനിക്ക് തരണം. അങ്ങനെ സൗഹൃദത്തിന്റെ പുറത്ത് മാത്രമാണ് ഈ വാഹനം നൽകിയത്. അത് വാടകയ്ക്ക് പണം വാങ്ങിയല്ല ഈ വാഹനം കൊടുത്തത്, ഈ ടവേര വാഹനം കൊടുത്തത്. ഒപ്പം തന്നെ ഈ ആളുകൾ ഇത്രയും അധികം പേർ 11 പേരോളം ഈ വാഹനത്തിൽ കയറുന്ന വിവരം തനിക്ക് അറിയില്ല എന്നുള്ള വിവരമാണ്. പക്ഷേ ഇത് വിശ്വാസയോഗ്യമായി എടുക്കാൻ കഴിയില്ല. കേവലം 2 മാസം മാത്രം പരിചയമുള്ള ഒരാൾക്ക് ഇങ്ങനെ വാഹനം ഒരു സൗഹൃദത്തിന്റെ പേരിൽ മാത്രം കൊടുത്തു. അതും രാത്രികാലത്ത് 7:30-ക്കാണ്, രാത്രി 7:30-ക്ക് വാഹനം കൈമാറി എന്നാണ് പറയുന്നത്. എന്താണെങ്കിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതും വസ്തുത എന്താണെന്ന് കണ്ടെത്തേണ്ടതും പോലീസാണ്. ഒപ്പം തന്നെ ഈ RTO എൻഫോഴ്സ്മെന്റും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഗോകുൽ, തീർച്ചയായും ഏതായാലും അന്വേഷണം നടക്കട്ടെ. വാഹനത്തിൽ കൂടുതൽ പേർ കയറിയതാണോ അതോ ആ വാഹനത്തിൻ്റെ കണ്ടീഷനാണോ, എന്താണ് ഈ അപകടത്തിന് കാരണമായത് എന്നത് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ആ വാഹനം ഓടിച്ച വിദ്യാർത്ഥികളടക്കം ഇപ്പോൾ ചികിത്സയിലാണ്. പ്രാഥമികമായി ആ വിദ്യാർത്ഥിയിൽ നിന്ന് വിവരം തേടാൻ മാത്രമേ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഒക്കെ സാധിച്ചിട്ടുള്ളൂ. കൂടുതൽ അന്വേഷണം എന്തായാലും ഇക്കാര്യത്തിൽ നടക്കുകയും ചെയ്യും. ഏതായാലും ഈ ഘട്ടത്തിൽ വാഹന ഉടമയായ ഷാമിൽ ഖാൻ പറയുന്നതിനെ അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നില്ല. 2 മാസത്തെ പരിചയത്തിൽ മുമ്പ് പരിചയമൊന്നുമില്ലാത്ത ഒരാൾക്ക് അങ്ങനെ വാടകയ്ക്കല്ലാതെ ഒരു വാഹനം നൽകുമോ എന്നതാണ് സംശയം ഉയർത്തുന്നത്.